ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് കൂന്തൽ കറി ഉണ്ടാക്കാം. വൈകുന്നേരം വന്നപ്പോൾ കൂന്തൽ കൊണ്ടുവന്നു. അപ്പോൾ കൂന്തൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പേര് പറയുക? അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൂന്തലാണ് കേട്ടോ. നമുക്കിത് തോലൊക്കെ കളഞ്ഞ് നന്നാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ തോല് കളയാൻ എളുപ്പമാണ് കേട്ടോ, വേഗം കളഞ്ഞെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇത് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത്യാവശ്യം വലിയ കൂന്തലായതുകൊണ്ട് തന്നെ നമുക്ക് വേഗം നന്നാക്കിയെടുക്കാം. ഇതുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ മുള്ളാണിത്. മുറിച്ച് നമുക്ക് നന്നാക്കിയെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ മുറിച്ച് നന്നാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. വെള്ളം കണ്ടോ, ഇതിൻ്റെ കറുപ്പ് കളറങ്ങായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ എടുത്ത കൂന്തൽ കണ്ടോ, നമുക്കിനി ഇത് കറി വെക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ കൂന്തൽ വലിയ കറിയല്ല, ഒരുപാട് ചാറില്ല, അത് റോസ്റ്റ് പോലെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കണത്. ഇത് നല്ല വറുത്തെടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ റോസ്റ്റാക്കി നല്ല പോലെ മുരിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിന്ന് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് എണ്ണയിലേക്ക് ഒരു 2 വെളുത്തുള്ളിയും ഒരു സവോളയും കൂടെ അരിഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. കറി ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റ് വരണമെങ്കിൽ നല്ലപോലെ ഉള്ളിയൊക്കെ നല്ല വഴണ്ട് കിട്ടണം. അപ്പോൾ നല്ല പോലെ നമ്മൾ ഉള്ളി വഴറ്റുക, സിമ്മിലിട്ട് തന്നെ വഴറ്റുക കേട്ടോ. വേഗം വഴണ്ട് കിട്ടാൻ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് അത്യാവശ്യം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി നല്ലപോലെ വഴറ്റിയെടുത്തു. മീനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ വേറൊന്നും വേണ്ടി വരില്ല അല്ലേ. മീൻ ഉണ്ടെങ്കിൽ പച്ചക്കറി കൂട്ടലൊക്കെ ഭയങ്കര മടി തന്നെയായിരിക്കും. പക്ഷേ പച്ചക്കറിയൊക്കെ ഇടയ്ക്ക് കൂട്ടണം കേട്ടോ. നമ്മുടെ ഉള്ളി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിയൊക്കെ വീട്ടിൽ മേടിച്ച് പൊടിച്ച് വെക്കണതാണ് കേട്ടോ. അപ്പം മല്ലിയൊക്കെ മേടിച്ച് പൊടിപ്പിച്ച് വെക്കണമായിരിക്കും ഇപ്പോഴും നല്ലത്. കുറച്ച് മുളകും പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ മസാല ഇടുന്നതിന് മുന്നേ തന്നെ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ തീ എപ്പോഴും സിമ്മിലിടാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ മസാലയൊക്കെ ആകെ കരിഞ്ഞു പോകും. നല്ലപോലെ മസാല മൂത്ത് ആ പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മുടെ കൂന്തൽ ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കൂന്തലിട്ട് നല്ല പോലെ ഇളക്കി മസാല കൂന്തലിലേക്ക് പിടിക്കുന്നത് വരെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കഷ്ണങ്ങളിലേക്ക് നല്ല മസാല പിടിച്ച് കിട്ടിയ ശേഷം മാത്രമേ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. എന്നാലേ ഉള്ളൂ നല്ലപോലെ കഷ്ണങ്ങൾക്ക് മസാല പിടിച്ച് കിട്ടുക. അപ്പം നമ്മൾ നല്ലപോലെ ഇളക്കി വെച്ച ശേഷം ഇതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി പുളി ചേർക്കാത്തവർ, ഇവിടെയൊക്കെ കൂടുതലും പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുക, വാളംപുളിയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ കുടംപുളി ചേർക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഉള്ളി വഴറ്റുന്ന സമയത്ത് 1-2 തക്കാളി ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ കൂന്തൽ പുളിവെള്ളം ഒഴിച്ച ശേഷം നല്ലപോലെ മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ ബാക്കിയുള്ള വെള്ളം ഇറങ്ങി പാകത്തിന് ഗ്രേവി ആയി കിട്ടും. ഞാൻ ഒരുപാട് വെള്ളം പോലെ ഒന്നും ആക്കിയെടുക്കുന്നില്ല, ഇങ്ങനെ കുറുക്കി തന്നെയായിട്ട് എടുക്കൽ. അപ്പോൾ നമ്മുടെ കൂന്തൽ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂന്തൽ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയും ചെയ്യുക.